പ്രത്യേകിച്ച് ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ഒരു കടുപ്പമേറിയ മാറ്റങ്ങളാണ് ഒരുപാട് പേരെ UK വിടാൻ വേണ്ടി നിർബന്ധിതരാക്കിയത് എന്ന് വേണ്ടി പറയാൻ പറ്റും. കാരണം UK ഒരുപാട് പേര് വരാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടി കൊണ്ടുവരാൻ പറ്റും, ഒരു ഫാമിലിയുമായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻസിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അതേപോലെ ഇനി ഫ്യൂച്ചറിൽ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒരുപാട് പേര് തങ്ങൾക്ക് തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് പോയ ആൾക്കാരുണ്ട്. ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ടും മൈഗ്രേറ്റ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. അടുത്തൊരു പോയിന്റ്, പ്രൊഫഷണലുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഷെഫ് വിസയിൽ, അതേമാതിരി IT, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ത്രഷോൾഡ് ഉയർത്തിയപ്പോൾ അവർക്ക് അടുത്ത പ്രൊഫഷണൽ വിസ പുതുക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർ എക്സ്പീരിയൻസും വെച്ച് അവർ ഇവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്യാൻ, ഇവിടെ നിന്നും പോകാനുള്ളൊരു സാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ അടുത്ത് ഷെഫ് വിസ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വിസ തന്നെയാണ് ഷെഫ് വിസ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത്രത്തോളം ത്രഷോൾഡ് കൊടുത്ത് ആരും ഏതൊരു കമ്പനിയും ആരെയും സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ അതിന് പകരം താൽക്കാലികമായിട്ടൊക്കെ ആൾക്കാരെ വെക്കാനുള്ള ശ്രമത്തിലാണ് പലരും. അതായത് ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നിടത്തോളം നമുക്ക് വിസ കൊടുക്കാതെയും ജോലി ചെയ്യാമല്ലോ. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ പലരും ഷെഫുമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വിസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷെഫ് വിസയ്ക്ക് സാധ്യതയുണ്ട് എങ്കിൽ കൂടി ഇത്രയും വലിയ ത്രഷോൾഡ് ആയതുകൊണ്ട് 40,000 പൗണ്ടൊക്കെ ഇയർലി വരുന്നുണ്ട്. അപ്പോൾ അത്രയും ത്രഷോൾഡ് ആയതുകൊണ്ട് തന്നെ ആ എമൗണ്ട് കൊടുത്ത് വെക്കാൻ വേണ്ടി പല കമ്പനികളും തയ്യാറാവില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ കൊഴിഞ്ഞു പോക്കിന് വലിയൊരു കാരണം തന്നെയാണ്.